പക്ഷേ ജയിക്കാൻ സാധ്യത വി ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടെന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്. കേരളത്തിൽ BJPയെ നേരിടാൻ, RSSനെ നേരിടാൻ ആർക്കാണ് കഴിയുന്നത്? CPMനാണ്, LDFനാണ്. ഇത് പറയുന്നത് CPM നേതാവല്ല, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ അല്ല, അതല്ല CPMന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു നേതാവുമല്ല. പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ VD സതീശനാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഇടയിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായി സുനിൽകുമാറാണ് എന്ന് വെച്ചാൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ CPI നേതാവ് മത്സരിക്കുന്ന ഘട്ടത്തിൽ സുനിൽകുമാറാണ് BJPയെ നേരിടാൻ ഏറ്റവും കരുത്തൻ എന്നതുകൊണ്ട് തീരദേശങ്ങളിലെ വോട്ട് സുനിൽകുമാറിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ വി ശിവൻകുട്ടിയാണ് BJPയെ നേടാൻ കരുത്തൻ എന്നതുകൊണ്ട് മതേതര വോട്ടുകൾ വി ശിവൻകുട്ടിക്ക് ലഭിച്ചു. എന്ന് വെച്ചാൽ CPM ആണ്, ഇടതുമുന്നണിയാണ്, LDF ആണ് BJPയെ നേരിടാൻ ശക്തിയുള്ള പാർട്ടി എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ജനങ്ങൾ നിർണായക ഇടങ്ങളിലോ BJPയെ തോൽപ്പിക്കാൻ LDFന് വോട്ട് ചെയ്തു എന്നാണ് VD സതീശൻ പറയുന്നത്. VD സതീശന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം. എവിടെ? അതൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത്. എന്താണെന്നറിയാൻ പാടില്ലേ? അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ CPMന്റെ കോട്ടകളിലല്ലേ വോട്ട് പോയത്. വോട്ടല്ല, അത് CPMന്റെ കോട്ടകളിലാണ് വോട്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. അത് ഞങ്ങളെ വോട്ടല്ലല്ലോ പോയിരിക്കുന്നത്, അതെന്താണെന്നറിയാം? അത് ഈ BJPയുമായി മത്സരിക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റി വോട്ടുകൾ BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് പോകും. അത് സുനിൽകുമാറിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വോട്ടുകൾ ഞങ്ങൾ ഓരോ ബൂത്തും പരിശോധിച്ചാണ്. അത് സുനിൽകുമാറിനാണ് പോയത്. എന്നിട്ട് സുനിൽകുമാർ ജയിച്ചില്ല. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും മറ്റ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ തൃശ്ശൂരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുമായിട്ടുള്ള മത്സരം വന്നു കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരം വന്നപ്പോൾ മൈനോറിറ്റി വോട്ട് K മുരളീധരനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ജയിക്കാൻ സാധ്യത വി ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടെന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്.